ഹലോ, ഒന്നാം വർഷ അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയയാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അഥവാ GAAP. ലോകത്താകമാനമുള്ള അക്കൗണ്ടൻറ്റുകൾ ഫോളോ ചെയ്യുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും വിവിധ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന സമയത്തുമൊക്കെ ഫോളോ ചെയ്യേണ്ട, പിൻപറ്റേണ്ട ചില തത്വങ്ങളും ചില വിശ്വാസങ്ങളും ചില നിയമങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ GAAP ഗ്യാപ്പിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ GAAP അഥവാ ഗ്യാപ്പ് നമ്മൾ കൃത്യമായി അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഭാവിയിലുള്ള എല്ലാ അക്കൗണ്ടിങ് വർക്കുകളിലും നമുക്ക് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് കേവലം അത് തിയററ്റിക്കലായി വായിച്ച് പഠിച്ചു വെക്കുക എന്നുള്ളതിലപ്പുറം അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കി വെക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ GAAP അഥവാ ഗ്യാപ്പ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ആ GAAP പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ GAAP അതോടൊപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൂടി ഉൾപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാന ടോപ്പിക്കാണ് നമ്മൾ 2 കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പൂർത്തീകരിച്ചത്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട, എന്നാൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതുമായ ഏരിയയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. +1 അക്കൗണ്ടൻസിയെ സംബന്ധിച്ച് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് എന്ന് മാത്രമാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനവും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ഇഴകീറിയുള്ള പരിശോധനയുമൊക്കെ നമുക്ക് ഉയർന്ന ക്ലാസ്സുകളിലുണ്ട്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് പറയുന്നത്. നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് issued by ICAI also constitute theory base of accounting. ICAI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ, നമ്മൾ കേട്ടിട്ടുണ്ട്, പലതവണ കേട്ട, പല രീതിയിൽ കേട്ട ഒരു വാക്കാണ്, ഒരു ടേമാണ് ICAI. ഇന്ത്യയിലെ അക്കൗണ്ടിങ്ങിൻ്റെ പരമോന്നത ബോഡിയാണ്, പരമോന്നത സംഘമാണ്, അസോസിയേഷനാണ് ICAI എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. CA ക്വാളിഫൈ ചെയ്ത അക്കൗണ്ടൻറ്റുമാർക്ക് മാത്രം മെമ്പർഷിപ്പുള്ള, കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക നിയമം പാസ്സാക്കി രൂപീകരിച്ച അസോസിയേഷനാണ് ICAI. ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ പുറപ്പെടുവിക്കുന്നത് ICAI ആണ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് നമുക്കറിയണം. നമ്മുടെ രാജ്യത്ത് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, 1 ഇന്ത്യ 1 ടാക്സ് എന്ന സർക്കാർ പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ GST ഇംപ്ലിമെൻ്റ് ചെയ്തത്, നടപ്പാക്കിയത് 2017 ജൂലൈ 1-നാണ്. അപ്പോൾ പുതിയൊരു ടാക്സ് സിസ്റ്റം വരുന്ന സമയത്ത് ഈ ടാക്സിൻ്റെ അക്കൗണ്ടിങ് ഏത് രീതിയിൽ നടപ്പാക്കണമെന്ന് ആര് തീരുമാനിക്കും? ഇന്ത്യയിൽ 10,000-കണക്കിന് വൻകിട കമ്പനികളുണ്ട്, കോർപ്പറേറ്റുകളുണ്ട്. ഇടത്തരവും വലുതുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഇവരുടെ GST അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് ആര് തീരുമാനിക്കും? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ICAI ആണ്. അവരിഷ്യൂ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ്, അവരിഷ്യൂ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്, പ്രോഗ്രാംസ് ആണ് പുതിയ കാര്യങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. Accounting standards are the written statements issued by Institute of Chartered Accountants of India ICAI specifying uniform rules or practices for preparing financial statements. നമുക്ക് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് GAAP എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ചില വേരിയേഷൻസ് നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം പല രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കും അത് അനുവദിക്കുന്നുണ്ട്, ചെറിയ ചെറിയ വേരിയേഷൻസിന്. എന്നാൽ പോലും അക്കൗണ്ടിങ്ങിൻ്റെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ താരതമ്യത്തിന് വിധേയമാക്കേണ്ടതാണ്. ഒരു രാജ്യത്തുള്ള
ബിസിനസ് സ്ഥാപനങ്ങൾ മറ്റൊരു രാജ്യത്ത് ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അക്കൗണ്ടിങ് രീതികളിൽ മാറ്റം ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അത് താരതമ്യത്തിന് വിധേയമാക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു യൂണിഫോമിറ്റി, ഒരു ഏകരൂപം കൊണ്ടുവരുന്നതിന് വേണ്ടി സമയാസമയങ്ങളിൽ ICAI പുറപ്പെടുവിക്കുന്ന റൂൾസ് ആൻഡ് പ്രാക്ടീസസ്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ ICAI സ്പെസിഫൈയിങ് യൂണിഫോം റൂൾസ് ഓർ പ്രാക്ടീസസ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സാമ്പത്തികമായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന സമയത്ത് യൂണിഫോം പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി ICAI പുറപ്പെടുവിക്കുന്ന റൂൾസാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുണ്ട്. നമുക്കത് ഈ വർഷം പഠിക്കാനില്ല. ടെക്സ്റ്റ് ബുക്ക് നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് നമുക്ക് അത് ഉൾക്കൊള്ളാൻ പര്യാപ്തമായിരിക്കും. ദെൻ നീഡ് ഫോർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യം എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫെസിലിറ്റേറ്റ് ദ സ്കോപ്പ് ഓഫ് ആൾട്ടർനേറ്റീവ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് which fulfill the basic qualitative characteristic of true and fair financial statement. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. ഇത് വിവിധ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷന് സമയാസമയങ്ങളിൽ ആവശ്യമായ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സിന്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഉണ്ടായിരിക്കേണ്ട ബേസിക് ക്വാളിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, കമ്പയറബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, അതുപോലെ റിലയബിൾ ആയിരിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഈ ബേസിക് ക്വാളിറ്റീസിനെ മറികടക്കാത്ത തരത്തിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ചെറിയ മാറ്റങ്ങളോട് കൂടിയൊക്കെ നടപ്പാക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിർബന്ധമാണ്. അതാണ് അതിൻ്റെ ആവശ്യം. എല്ലാ രാജ്യങ്ങളിലും അതാത് രാജ്യങ്ങളിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന പ്രത്യേകം പ്രൊഫഷണൽ ബോഡികളുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റു രാജ്യങ്ങളിലുള്ള പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബോഡീസ് തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും നമ്മുടെ രാജ്യത്തുള്ള ICAI തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും പരസ്പരം ബന്ധമുള്ളത് തന്നെയായിരിക്കും. ഇവരുടെ എല്ലാം കോപ്പറേറ്റീവ് ആയിട്ടുള്ള, ഇവരുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള അസോസിയേഷൻ ഇതിന് മുൻകൈയെടുക്കുന്നു. ദെൻ നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. നമുക്ക് IFRS എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ദ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRS ആർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ആർ ഇഷ്യൂഡ് ബൈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് IASB with the objective of providing a common accounting language to increase transparency in the presentation of financial information. It is an era of LPG, liberalization, privatization and globalization. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട, ആരംഭിച്ച ഒരു ബിസിനസ്സിന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അഥവാ ആഗോളമായി വളരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഏത് ബിസിനസ് സ്ഥാപനങ്ങൾക്കും മറ്റേത് രാജ്യത്തും ബിസിനസ് ചെയ്യാനുള്ള അവകാശവും അതിനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് വൈഡ് വെറൈറ്റി ഓഫ് യൂസേഴ്സിന് പല തരത്തിലുള്ള പല വെറൈറ്റി അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ ആവശ്യമായി വരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും USA അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതുപോലെ UAE അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതൊക്കെ വ്യത്യസ്തമാവാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഓരോ രാജ്യത്തും അവിടുത്തെ പ്രൊഫഷണൽ അസോസിയേഷനാണ്, അഥവാ ഇന്ത്യയിലാണെങ്കിൽ ICAI ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് തയ്യാറാക്കുന്നത്. USA അവിടുത്തെ പ്രൊഫഷണൽ ബോഡി ആയിരിക്കും. UAE അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ പ്രൊഫഷണൽ അസോസിയേഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും പ്രൊഫഷണൽ അക്കൗണ്ടിങ് അസോസിയേഷൻസിന് മെമ്പർഷിപ്പുള്ള ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് ബോഡിയാണ് IASB അഥവാ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അഥവാ ലോകത്ത് ആകമാനം അപ്ലൈ ചെയ്യാവുന്ന തരത്തിലുള്ള, ഓരോ രാജ്യങ്ങൾക്കും ചെറിയ മാറ്റങ്ങളോടുകൂടി ആക്സെപ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IFRS എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ,
എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ IFRS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്? വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് എ കോമൺ അക്കൗണ്ടിങ് ലാംഗ്വേജ്. ഒരു പൊതുവായിട്ടുള്ള, ലോകത്താകമാനം സ്വീകാര്യമായിട്ടുള്ള ഒരു പൊതു അക്കൗണ്ടിങ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താ അങ്ങനെ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം? അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷനിൽ ട്രാൻസ്പെറൻസി ഇല്ലാതാവും, കമ്പാരബിലിറ്റി ഇല്ലാതാവും, റിലയബിൾ അല്ലാതാവും. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ അക്കൗണ്ടിങ് വർക്കിനെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾക്ക് ഏകദേശം ഒരേ സ്വഭാവം കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ രാജ്യങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്ന തരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന അസോസിയേഷനാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അവർ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ IFRS എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതായി നമ്മൾ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഒന്ന് ക്യാഷ് ബേസിസ് ആണ്, രണ്ട് അക്രൂവൽ ബേസിസ് ആണ്. ക്യാഷ് ബേസിസ് ആൻഡ് അക്രൂവൽ ബേസിസ്. ബേസ്ഡ് ഓൺ ദ ടൈമിംഗ് ഓഫ് recognizing revenues and cost, there are two approaches to accounting. One is cash basis and second is accrual basis. Under the cash basis, entries in the books of accounts are made when cash is received or paid. Cash basis accounting il transaction, business transaction record ചെയ്യുന്നത് ക്യാഷ് കിട്ടിയാൽ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്താൽ. ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ക്യാഷ് റെസിപ്റ്റ് നടന്നാൽ മാത്രമേ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുള്ളൂ. ഒരു ബിസിനസ് ഇടപാടിലെ ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ട്രാൻസാക്ഷനിൽ ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുള്ളൂ. ആൻഡ് നോട്ട് വെൻ ദ റെസിപ്റ്റ് ഓർ പേയ്മെൻറ്റ് ബിക്കംസ് ഡ്യൂ. റെസിപ്റ്റ് കിട്ടാനാവുക, ബിക്കംസ് ഡ്യൂ എന്ന് പറഞ്ഞാൽ അത്രയും ക്യാഷ് നമുക്ക് കിട്ടാനാവുമ്പോൾ അല്ല, അതുപോലെ അത്രയും ക്യാഷ് നമ്മൾ കൊടുക്കാനാവുമ്പോൾ അല്ല. എപ്പോഴേ റെക്കോർഡ് ചെയ്യുക? ആക്ച്വൽ ക്യാഷ് റെസിപ്റ്റ് ഓർ ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഓഫീസ് റെന്റ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2014 ഈസ് പെയ്ഡ് ഇൻ ജനുവരി 2015, ഇറ്റ് വുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട് ഓൺലി ഇൻ ജനുവരി 2015. നമ്മൾ ഡിസംബർ മാസത്തെ ഓഫീസ് ബിൽഡിംഗ് റെൻറ്റ് നമ്മളത് ജനുവരി മാസമാണ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഡിസംബറിലെ റെൻ്റാണ്, നമ്മൾ ജനുവരിയിലാണ് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തതെങ്കിൽ ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്ങിൽ ആ പേയ്മെൻറ്റ് കൊടുത്ത മാസം അഥവാ ജനുവരിയിൽ മാത്രമായിരിക്കും ആ ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. ദ ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഓൺ എ ക്യാഷ് ബേസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഗവൺമെൻറ് അക്കൗണ്ടിങ് ക്യാഷ് ബേസിസ് ആണ്. നമ്മളൊരു ലാൻഡ് ടാക്സ്, ഭൂനികുതി അടക്കാൻ അത് ഗവൺമെൻറ് റെക്കോർഡ് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? നമ്മൾ എപ്പോഴാണോ ആ ക്യാഷ് അടക്കുന്നത് ആ സമയത്ത് മാത്രമാണ് ആ ലാൻഡ് ടാക്സ് ഗവൺമെൻറ് അക്കൗണ്ടുകളിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഗവൺമെൻറ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്ങിലാണ്. അഥവാ ക്യാഷ് കിട്ടിയാലേ ഗവൺമെൻറ് റെക്കോർഡ് ചെയ്യുള്ളൂ. അഥവാ ക്യാഷ് ആക്ച്വൽ പേയ്മെൻറ്റ് നടത്തിയാലാണ് ഗവൺമെൻറ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് റെക്കോർഡ് ചെയ്യുള്ളൂ. ദെൻ അക്രൂവൽ ബേസിസ്. Under this basis, revenues and costs are recorded in the books of accounts in the period in which they occur, rather than they are paid. Accrual basis il revenue അതുപോലെ കോസ്റ്റ് രണ്ടും റെക്കോർഡ് ചെയ്യുന്നത് ഏത് സമയത്താണ് ആ റവന്യൂ നമുക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ ഏത് സമയത്താണ് ആ എക്സ്പെൻസ് നമ്മൾ ചെയ്യേണ്ടത് ആ സമയത്ത് അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തും. അതിന് ആക്ച്വൽ പേയ്മെൻറ്റ് ഓഫ് ക്യാഷോ ആക്ച്വൽ റെസിപ്റ്റ് ഓഫ് ക്യാഷോ ആയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അതിനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. ഇതാണ് അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഓഫീസ് റെൻറ്റ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2014 ഈസ് പെയ്ഡ് ഇൻ ജനുവരി 2015, നമ്മൾ കഴിഞ്ഞ ക്യാഷ് ബേസിസിൽ പറഞ്ഞ എക്സാമ്പിൾ, ഇറ്റ് വുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ഡിസംബർ 2014. ഡിസംബർ മാസത്തെ റെൻറ്റ് നമ്മൾ ജനുവരിയിലാണ് പേയ്മെൻറ്റ് കൊടുത്തത്. പക്ഷേ അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ്ങിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഡിസംബർ മാസത്തിൽ തന്നെയാണ്. അപ്പോൾ രണ്ട് സിസ്റ്റം ഉണ്ട്, ഒന്ന് ക്യാഷ് സിസ്റ്റവും രണ്ടാമത്തത് അക്രൂവൽ സിസ്റ്റവും. ക്യാഷ് സിസ്റ്റത്തിൽ ഇൻകംസ് ആണെങ്കിലും എക്സ്പെൻസസ് ആണെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ആക്ച്വൽ റെസിപ്റ്റ് ഓഫ് ക്യാഷ് അല്ലെങ്കിൽ ആക്ച്വൽ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുത്താലേ ആക്ച്വൽ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ആവുന്നുള്ളൂ, അല്ലേ?
ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ആവുന്നില്ലല്ലോ. അപ്പോൾ ആക്ച്വൽ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് എപ്പോഴാണ് നടക്കുന്നത്? അപ്പോഴാണ് ക്യാഷ് ബേസിസ് റെക്കോർഡിംഗ്. അല്ലെങ്കിൽ ആക്ച്വൽ ക്യാഷ് റെസീപ്റ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അപ്പോഴാണ് ക്യാഷ് ബേസിസിൽ അക്കൗണ്ടിങ് നടക്കുന്നത്. അക്രൂവൽ ബേസിസിലാണെങ്കിൽ വെൻ ദ എമൗണ്ട് ബിക്കം ഡ്യൂ ടു ബി റിസീവ്ഡ് ഓർ ടു ബി പെയ്ഡ്. ക്യാഷ് കിട്ടാനോ കൊടുക്കാനോ അതിൻ്റെ പീരിയഡാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിളിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ് അക്രൂവൽ ബേസിസ്. ബിസിനസ് ഓർഗനൈസേഷൻസ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഓൺ എ ക്യാഷ് ബേസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ബിസിനസ് ഓർഗനൈസേഷൻസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ എല്ലാം ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ്. ഓക്കെ, ദെൻ നമ്മൾ അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് ലെവിഡ് അറ്റ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓൺ എവറി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ടാക്സ് രണ്ട് തരത്തിലാണ്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, രണ്ട് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇൻകം ടാക്സുകളാണ്. പേഴ്സണൽ ഇൻകം ടാക്സ്, അതുപോലെ കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാലോ, നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സാണ്. അപ്പോൾ നേരത്തെ 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST ഇംപ്ലിമെൻറ്റ് ചെയ്തത്. GST came into effect in India from 1st July 2017 by replacing many indirect taxes such as VAT, service tax, excise duty, CST, etc. ഈ GST വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്ന സമയത്ത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സുകൾ പല വെറൈറ്റി ആയിരുന്നു. വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പ് കേരള ഗവൺമെൻറ് സെയിൽസ് ടാക്സ്, കേരളത്തിലാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സെയിൽസ് ടാക്സ്, ഓരോ സ്റ്റേറ്റിനും പ്രത്യേകം ടാക്സുകൾ, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി തുടങ്ങിയ നിരവധി തരത്തിലുള്ള ടാക്സുകളായിരുന്നു. 2017 ജൂലൈയിൽ GST ഇംപ്ലിമെൻ്റ് ചെയ്തതോട് കൂടിയിട്ട് മറ്റെല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും 1-2 സംഭവങ്ങൾ മാത്രം അവിടെ നിർത്തിയിട്ടുണ്ട്. ഒന്ന്, പെട്രോളിയം പ്രോഡക്ട്സിന് അതിൻ്റെ GSTയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ മദ്യം, ലിക്കർ, മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ലിക്കറിനുള്ള ടാക്സും എന്ത് ചെയ്തിട്ടില്ല? GSTയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, GST എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരുപാട് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിനെ ഒന്നിച്ചില്ലാതാക്കിയിട്ട് മാറ്റി നിർത്തിയിട്ട് വൺ ഇന്ത്യ വൺ ടാക്സ് എന്ന ഒരു ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 2017 ജൂലൈയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് സിസ്റ്റമാണ് GST എന്ന് പറയുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ജസ്റ്റ് ഇത് എന്താണ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അക്കൗണ്ടിങ് എൻട്രീസ് ഒക്കെ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. GSTയുടെ കോമ്പണൻസ് ആണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഇന്ത്യയിലുള്ള GSTക്ക് 3 കോമ്പണൻ്റ് ആണ്. ഒന്ന് സെൻട്രൽ GST, 2 സ്റ്റേറ്റ് GST, 3 ഇൻ്റഗ്രേറ്റഡ് GST. സെൻട്രൽ GST ഈസ് ദ റവന്യൂ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. State GST is the revenue of state government. Integrated GST revenue is shared by central and state government. അപ്പോൾ ഇന്ത്യയിൽ GST എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങളാണ്. ഒന്ന് SGST. നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ ബില്ലൊന്ന് നോക്കുക, അതിലുണ്ടായിരിക്കും SGST ഒരു ഇത്ര പെർസെൻറ്റേജ് എന്നുണ്ടാവും, അതുപോലെ CGST ഇത്ര പെർസെൻറ്റേജ് എന്നുണ്ടാവും, അതുപോലെ ചിലപ്പോൾ IGST കാണും. ആ സാഹചര്യം ഏതാണ് നമുക്ക് നോക്കാം. GSTൻ്റെ കമ്പോണൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഗുഡ് സപ്ലൈഡ് ഓർ സർവീസസ് പ്രൊവൈഡഡ്. നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആണ് GST ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് 2 തരം ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്, 2 ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ സ്റ്റേറ്റ്, നമ്മൾ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ആ ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ, അഥവാ കേരളത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്.
ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ പുറത്തൊരു സംസ്ഥാനത്ത് നടന്ന ട്രാൻസാക്ഷൻ. അപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ആ ട്രാൻസാക്ഷന് അവിടുത്തെ ജി എസ് ടിക്ക് രണ്ട് ഘടകങ്ങളാണ്, സി ജി എസ് ടിയും എസ് ജി എസ് ടിയും. സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട്, ആ ടാക്സ് എമൗണ്ട് നേരെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകും. എസ് ജി എസ് ടി പാർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകും. ഇനി ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിലോ, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇടപാട് അല്ലെങ്കിൽ പുറത്തൊരു സ്റ്റേറ്റിൽ നടക്കുന്ന ഇടപാടാണെങ്കിൽ അവിടെ ചാർജ് ചെയ്യപ്പെടുന്ന ജി എസ് ടി ആണ് IGST അഥവാ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ദ എമൗണ്ട് ഓഫ് IGST ഈസ് ഷെയർഡ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഇൻ ദെയർ എഗ്രീഡ് പ്രപ്പോർഷൻ. അപ്പോൾ IGSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് അതിൻ്റെ ടാക്സ് വകുപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രകാരം IGST റേറ്റ് എന്ത് ചെയ്യും, ആ എമൗണ്ട് അവർ ഷെയർ ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ മനസ്സിലാക്കി വെക്കാനുള്ള ഒരു ഏരിയയാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ദെൻ IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇതും എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രമേ നമുക്കുള്ളൂ. തേർഡ്, ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. രണ്ട് തരം അക്കൗണ്ടിങ് രീതികളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്, ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും. രണ്ടും എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. ദെൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്? അഥവാ ഒരുപാട് ടാക്സ് സംവിധാനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് വൺ ഇന്ത്യ വൺ ടാക്സ് എന്ന രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ടാക്സ് സിസ്റ്റമാണ് GST. ദെൻ GSTയുടെ കമ്പോണൻസ് ആണ് SGST, CGST, IGST. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.